നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഡൽഹിയിൽ പാറ്റാ സമരം ശക്തി പ്രാപിക്കുകയാണ് എന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം, ഇന്ത്യ സഖ്യത്തിൽ ബാക്കിയുള്ളവർ എന്ന് പറയുമ്പോൾ എ റഹീമും ജോൺ ബ്രിട്ടാസും ഒക്കെയാണ്. DMK എന്തായാലും മാറി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള MP മാരെല്ലാവരും കൂടി ഗാന്ധി മാർഗിലേക്ക് ചെന്ന് അവിടെ മെഴുകുതിരി കത്തിച്ച് ബിർള ഹൗസിന് മുമ്പിൽ ധാരണയ്ക്കിരിക്കുകയാണ് ഇന്ന് രാത്രി മുഴുവൻ എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്തായാലും ജന്തർ മന്ദറിന് ചുറ്റുമുള്ള ഇൻ്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം കൂടുതൽ കലാപത്തിന് ഒരു അവസരം കൊടുക്കുവാൻ ഡൽഹി പോലീസിന് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ജന്തർ മന്ദറിന് നിരോധനാജ്ഞയും അല്ലെങ്കിൽ തടസ്സങ്ങളും വന്നു പോകുന്നതിനുള്ള കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളും ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഇനി വളർന്നാൽ ഡൽഹിയിൽ ഒരൽപ്പം ഗുരുതരമായിട്ടുള്ള സ്ഥിതിഗതികളായിരിക്കും പാറ്റകളും പാറ്റകളുടെ അനുസാരികളും പാറ്റകളുടെ പിന്തുണക്കാരും രഞ്ജിനി ഹരിദാസുമാരും അവിടെ ചെന്ന് വായിട്ടലയ്ക്കുന്ന ആളുകളും നേരിടേണ്ടി വരിക. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഡൽഹിയിൽ ദേശീയ സുരക്ഷാ നിയമം നടപ്പാക്കിയിരിക്കുകയാണ് എന്നാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞത്. പക്ഷേ സത്യാവസ്ഥ അതല്ല. ഡൽഹിയിൽ എല്ലാ കാലത്തും ദേശീയ സുരക്ഷാ നിയമത്തിന് അനുബന്ധമായിട്ടുള്ള അധികാരങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണറിനുണ്ട്. ഈ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് ഡൽഹി പോലീസ് കമ്മീഷണറിന് കൃത്യമായിട്ട് ഈ കലാപശ്രമത്തിനോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെയോ വിചാരണ കൂടാതെ തന്നെ ഏതാണ്ട് 12 മാസങ്ങൾ വരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുവാനുള്ള അധികാരമുണ്ട്. അത് ഒരു അധികാരം മാത്രമാണ്. വിപുലമായിട്ടുള്ള സുരക്ഷാ സംബന്ധിയായിട്ടുള്ള അധികാരങ്ങൾ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് നൽകുന്നൊരു നിയമമാണ് ഈ ദേശീയ സുരക്ഷാ നിയമം. ദേശീയ സുരക്ഷാ നിയമത്തിൽ ഈ കുറ്റാരോപിതർക്ക് 12 മാസം കരുതൽ തടങ്കലിനെ പോലെ തന്നെ ഏത് തരത്തിലും ഹർത്താലുകൾ നിരോധിക്കാനും അല്ലെങ്കിൽ ജാഥകൾ തടയുവാനും ഒക്കെ പോലീസിന് അധികാരം ലഭിക്കും. പക്ഷേ ഇവർ ഈ മലയാള മാധ്യമങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ അവരുടെ ഒരു മാറ്റിയിട്ടുണ്ട്, തലക്കെട്ടുകൾ പതിയെ മാറ്റിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഈ പാറ്റാ സമരത്തെ നേരിടുവാനായിട്ട് കൊണ്ടുവന്നുള്ളൊരു നിയമമല്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കേന്ദ്ര സർക്കാരാണ് ഈ നിയമം നടപ്പാക്കുവാനുള്ള അധികാരം ഡൽഹി പോലീസിന് നൽകുന്നത്. ഇത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് ഡൽഹി പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഈ അധികാരം ജൂലൈ 19 മുതൽ ഒക്ടോബർ 19 വരെ, 2020 ജൂലൈ 19 മുതൽ 2026 ഒക്ടോബർ 19 വരെ നീട്ടി നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. സത്യമാണ്, കടലാസുകളിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഇത്തരത്തിലൊരു നീട്ടി നൽകൽ പലരും പറയുന്നത് ഈ പാറ്റാ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി പിടിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നതെന്നാണ്. ഒരുപക്ഷെ അതിൽ കുറച്ച് സത്യം ഉണ്ടാകാം, അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കേന്ദ്ര സർക്കാർ പറയുന്നു അങ്ങനെയല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമായിരുന്നു. ഡൽഹി പോലീസ് കമ്മീഷണറും അത് തന്നെയാണ് പറയുന്നത്. ASP ഭഗത് എന്നൊരു പോലീസ് വക്താവും അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. കാരണം ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഈ പാറ്റാ സമരത്തിനൊക്കെ മുൻപ് തന്നെ ഇതിൻ്റെ ഈ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ അധികാരത്തിൻ്റെ സമയപരിധി, ഡൽഹി പോലീസ് കമ്മീഷണർക്കുള്ള അധികാരത്തിൻ്റെ സമയപരിധി നീട്ടിക്കിട്ടുവാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു എന്നാണ് ഡൽഹി പോലീസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ പറയുന്നത്. അതിലും വാസ്തവമുണ്ടായിരിക്കാം. പക്ഷേ അത് ഒരുപക്ഷെ കുറച്ച് കാലതാമസം എടുത്ത് നൽകുന്ന ഒരു രീതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട്. ആഭ്യന്തര മന്ത്രാലയമാണിത് അനുവദിച്ച് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്കറിയുവാൻ കഴിയുന്ന വിവരങ്ങളനുസരിച്ച് ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുണ്ട്. ഈ കലാപങ്ങളൊക്കെ നടക്കുമ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രസ്താവനകളോ എന്തെങ്കിലും ഒരു പ്രത്യക്ഷ നീക്കമോ ഒന്നും നാം കണ്ടിട്ടില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ പലപ്പോഴും നേരിടുന്നത് അവർ തന്നെയായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊക്കെ ഉത്തമ ബോധ്യവുമുണ്ട്. അവരാരൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും പറയാം. അമിത്ഷായും, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA അജിത് ഡോവലും, അവർ 2 പേരും നിശബ്ദരാണ്. ആ നിശബ്ദരായിരുന്നുള്ള അവരുടെ കരുനീക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ അധികാരത്തിൻ്റെ സമയപരിധി ഡൽഹി പോലീസിന് വർദ്ധിപ്പിച്ച് നീട്ടി നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 19 വരെ നീട്ടി നൽകിയിരിക്കുന്നത് എന്നാണ് വിമർശകർ പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമജ്ഞരും പറയുന്നത്. വിമർശകരും നിയമജ്ഞരും ഒരുപോലെ തന്നെ പറയുന്നതും അതാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതിലൊരു അല്പം വാസ്തവം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ജൂലൈ 20 ഡൽഹിയിൽ നടന്നത് വലിയൊരു കലാപശ്രമമായിരുന്നു. പോലീസുകാർക്ക് പലർക്കും പരിക്കേറ്റെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകാതെ, പൊതുജനങ്ങളുടെ ജീവന് വലിയ ഹാനിയൊന്നും സംഭവിക്കാതെ ഡൽഹിയിൽ തന്നെ CAA വിരുദ്ധ
സമരത്തിൻ്റെ ഭാഗമായി നടന്ന ജിഹാദികളുടെ ലഹള പോലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കത്തിപ്പടരാതെ സൂക്ഷിക്കുവാനും തടയുവാനും പോലീസിന് സാധിച്ചു. എന്നാൽ ഡൽഹി പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ എത്ര കാലം അത്തരത്തിലുള്ളൊരു പൊടുന്നനെയുള്ള ആക്രമണങ്ങളെ തടയുവാൻ പോലീസ് പൊടുന്നനെ തയ്യാറാകും? ഇത്തരത്തിൽ 120 പോലീസുകാർക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് അനുവദിച്ചു കൊടുക്കുവാൻ സാധിക്കും? അധികകാലം അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് 30 കമ്പനി CRPFകാരെ ഡൽഹിയിൽ ആകമാനം വിന്യസിച്ച് ഡൽഹിയിൽ കർശനമായിട്ട് കൊണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരം 6:30 കടകൾ അടയ്ക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി ജന്തർ മന്ദറിന് ചുറ്റും കനത്ത സുരക്ഷ ഒരുക്കി. അത് പാറ്റകളെ സംരക്ഷിക്കുവാനുള്ളതല്ല, പാറ്റകൾ പുറത്തു ചാടി ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ജന്തർ മന്ദറിന് ചുറ്റും 1.5 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ സുരക്ഷാ സൈനികരുടെ വിന്യാസം നടത്തി അമിത്ഷായും അജിത് ഡോവലും തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. ഈ പോലീസ് സംവിധാനങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരും പോലീസ് സേനയിൽ നിന്ന് തന്നെ വിരമിച്ച വിദഗ്ധരും പറയുന്നത് കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ അധികാരപരിധി അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സമയപരിധി നീട്ടിക്കൊടുക്കുന്നതിലൂടെ കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആസൂത്രണം നടത്തുന്ന 2 വ്യക്തികൾ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 പേരുകൾ, അമിത്ഷായും അജിത് ഡോവലും. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ പാറ്റകളും മറ്റ് കൂറകളും അനുഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, കരുതൽ തടങ്കൽ 12 മാസങ്ങൾ വരെ വിചാരണയില്ലാതെ തടവിൽ വയ്ക്കാം കുറ്റാരോപിതരെ. ഈ കുറ്റാരോപിതരാരൊക്കെയായിരിക്കും? ഈ കലാപത്തിന് ആരൊക്കെയാണോ ആഹ്വാനം ചെയ്തത് അവരെല്ലാവരും കുറ്റാരോപിതരായിരിക്കും. ഇവിടം കൊണ്ട് തീർന്നില്ല. ഈ ദേശീയ സുരക്ഷാ നിയമത്തിൻ്റെ സമയപരിധി നീട്ടി നൽകപ്പെട്ടതിനെ തുടർന്ന് ഡൽഹി പോലീസ് കലാപവുമായി ബന്ധപ്പെട്ട സകലരുടെയും ദൃശ്യങ്ങൾ പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ച് അവർക്കെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കലാപാഹ്വാനം ചെയ്തവരെയും ആ കലാപത്തിൽ പങ്കെടുത്തവരെയും കൃത്യമായി തിരഞ്ഞു പിടിച്ച് നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിപ്പിക്കുക മാത്രമല്ല, അവരുടെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യാനുള്ള നടപടികളും ഡൽഹി പോലീസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. മാധ്യമങ്ങളോട് അവർ പറഞ്ഞിട്ടുള്ളത് 6 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള കുറ്റപത്രങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ പോലീസിൻ്റെ പിടിയിലാകും, നിയമത്തിൻ്റെ മുൻപിലെത്തും, പാസ്പോർട്ട് റദ്ദ് ചെയ്യപ്പെടുന്നത് പോലുള്ള കടുത്ത നടപടികൾക്ക് വിധേയരാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം അത്രത്തോളം വലിയൊരു ക്ഷീണമാണ് പോലീസിന് അവരന്നുണ്ടാക്കിയത്. കാരണം പോലീസിൻ്റെ ഒരു മൊറലിനെ തന്നെ ബാധിക്കുന്ന, ഒരു ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് വനിതാ പോലീസുകാരെയൊക്കെ അവർ ഉപദ്രവിച്ചതും ഒക്കെ. അതിനും അപ്പുറം കൂനിന്മേൽ കുരു എന്ന പോലെ അതിൻ്റെ പിറ്റേ ദിവസം അതീവ സുരക്ഷാ മേഖലയിലെ അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മിന്നൽ സമരമെന്ന പേരിൽ സമരാഭാസവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എംപിമാരും എത്തിയത്, കോൺഗ്രസിൻ്റെ എംപിമാരും എത്തിച്ചേർന്നത്, പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെ വരെ അവരെത്തിയത് ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രക്ഷോഭത്തെ മുൻകൂട്ടി അറിഞ്ഞ് അതിൻ്റെ കരുതൽ നടപടികൾ എടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഡൽഹി പോലീസിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തന പുസ്തകത്തിൽ വരുന്നൊരു കരിമ്പുള്ളി തന്നെയാണ്. ആ കരിമ്പുള്ളി മായ്ക്കുവാനും വേണ്ടി അവർ കൂടുതൽ കർശനമായി ഈ കലാപാഹ്വാനം ചെയ്തവരുടെ മേൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി തന്നെ കേസുകൾ എടുക്കുവാൻ തയ്യാറാവുകയാണ്. കലാപകാരികൾക്ക് മാത്രമല്ല, അവിടെ പോയിരുന്ന പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പോയി കുത്തിയിരുന്ന് സമരാഭാസം നടത്തിയ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും പണി വരുന്നുണ്ടവറാച്ച എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇവരുടെ പേരിൽ കേസെടുക്കുന്നതിനെ സംബന്ധിച്ച് ഡൽഹി പോലീസ് വിശദമായ നിയമോപദേശം തേടിയിരിക്കുകയാണ് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. തത്വമേ ന്യൂസ് ഇതിന് 2 ദിവസം മുമ്പ് തന്നെ പ്രേക്ഷകരോട് ഇത് പറഞ്ഞിരുന്നു. കൃത്യമായിട്ടുള്ള നടപടികൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ VD സതീശൻ ഒരുപക്ഷെ രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഗുരുതരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് VD സതീശനും DK ശിവകുമാറും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ ചെന്ന് കുത്തിയിരുന്നതിലൂടെ നടത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനത്തിലേക്കാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ബർത്ത്ഡേക്ക് കേക്ക് വെട്ടാമെന്ന് പ്രലോഭിപ്പിച്ച് തന്നെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി തന്നെ വലിച്ചിഴച്ചത് എന്ന്, അത്തരത്തിലുള്ളൊരു പ്രോട്ടോകോൾ ലംഘനത്തിലേക്കാണ് വലിച്ചിഴച്ചതെന്ന് VD സതീശന് വ്യക്തമായി അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ധരണയിൽ കുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനത്തിൽ കുത്തിയിരിക്കുന്ന
ചിത്രങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാം ഒട്ടും സംതൃപ്തനല്ല അദ്ദേഹം, ഒട്ടും സന്തോഷവാനല്ല എന്ന് മാത്രമല്ല അതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞ് കാണുവാനുമുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും. എന്തായാലും ഇങ്ങനെയാണ് ഡൽഹിയിലെ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘർഷത്തിന് ആരെങ്കിലും ശ്രമിച്ചാൽ 12 മാസം നമ്മുടെ ജിഹാദി ഇക്കമാരുടെയും ഖാലിസ്ഥാനി പാജിമാരുടെയും തൊട്ടടുത്തുള്ള ജയിലറകളിൽ 12 മാസത്തോളം അവിടെ ഗോതമ്പുണ്ടയാണെങ്കിൽ ഗോതമ്പുണ്ട, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, അതൊക്കെ കഴിച്ച് സുഭിക്ഷമായി ജീവിക്കുക. തിഹാറിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അധികാരപരിധി ആരുടെ അധികാരത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. മലയാളം അറിയാവുന്നവർ തർജിമ ചെയ്ത് ഈ ദീപ്കയോടും റാങ്കയോടും ദാസിനോടും വിജയതയോടുമൊക്കെ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്താൽ അവന്മാർക്ക് കൊള്ളാം. അല്ലെങ്കിൽ വണ്ടി മറിയലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദേശീയ സുരക്ഷാ നിയമം എന്നുള്ളത് ഒരു ചെറിയ നിയമമല്ല. കോടതികൾ പോലും അതിലിടപെടുന്നതിൽ വൈമുഖ്യം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടപെടുന്നതിൽ ഒരു പരിധിയുണ്ട്. എന്തായാലും ഡൽഹിയിൽ കാര്യങ്ങൾ പാറ്റാ സമരം ശക്തി പ്രാപിച്ചാലും ഇല്ലെങ്കിലും കാര്യങ്ങൾ കൂടുതൽ കൗതുകകരമാവുകയാണ്. ഗൗരവമേറിയ സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗൗരവമേറിയ തലങ്ങളിലേക്ക് സംഭവങ്ങൾ വികസിച്ചു വരികയാണ്. ആ വികസനങ്ങൾ നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ തത്വമയി ന്യൂസും പ്രേക്ഷകരുടെ മുമ്പിൽ വിശകലനങ്ങളുമായി ഉണ്ടാകും. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച്, ഇതുവരെ പറഞ്ഞൊരു വിശകലനത്തെ സംബന്ധിച്ച്, ഡൽഹിയിലെ ഈ സാഹചര്യങ്ങളെക്കുറിച്ച്, ദേശീയ സുരക്ഷാ നിയമത്തെക്കുറിച്ച്, അതിൻ്റെ അധികാരപരിധി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച്, സമയപരിധി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.